السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا كان يوم الجمعة وقفت الملائكة على باب المسجد يكتبون الأول فالأول فإذا خرج الإمام طووا صحفهم وجلسوا يستمعون الذكر. متفق عليه. ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നു. ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ, വഖഫത്തിൽ മലായികത്തു അലാ ബാബിൽ മസ്ജിദ്, മലക്കുകൾ പള്ളിയുടെ കവാടങ്ങളിൽ നിൽക്കും. യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, ഒന്നാമൻ പിന്നെ അടുത്തവൻ, ആദ്യം വരുന്നവൻ എന്ന നിലയിൽ ആ വരുന്നവരുടെ പേര് എഴുതും. ഫൈദാ ഖറജൽ ഇമാം, അങ്ങനെ ഇമാം ഖുതുബയ്ക്കായി പുറപ്പെട്ടു കഴിഞ്ഞാൽ, തവ്വൂ സുഹുഫഹും, അവർ അവരുടെ ഗ്രന്ഥങ്ങൾ ചുരുട്ടിവെക്കും, അടച്ചുവെക്കും. വജലസൂ യസ്തമിഊന ദിക്ർ, അവർ ഖുതുബ ശ്രദ്ധിക്കാനായി ഇരിക്കും. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠത എത്ര പറഞ്ഞാലും മതിയാവില്ല. പല സന്ദർഭങ്ങളിലും നാം ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. എന്നാലും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠത ആ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളിയാഴ്ചയെ തൻ്റേതാക്കി മാറ്റാൻ, അന്നത്തെ കർമ്മങ്ങളെ തനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാക്കി മാറ്റാൻ ഉള്ള ശ്രമം വിശ്വാസി സമൂഹത്തിൽ നിന്ന് ഇപ്പോഴും വേണ്ട വിധത്തിലില്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വെള്ളിയാഴ്ച ദിവസമായാൽ മലക്കുകൾ പള്ളിയുടെ കവാടങ്ങളിൽ നിൽക്കുമെന്നും, എന്നിട്ട് ആരാണോ ആദ്യം വരുന്നത് അവരുടെ പേരുകൾ അവരെ രേഖപ്പെടുത്തുകയും അവരുടെ അടുത്ത ആൾ അങ്ങനെ എഴുതും. എന്നിട്ട് ഇമാം ഖുതുബ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ അവർ ആ എഴുതുന്ന ഗ്രന്ഥം അടച്ചു വെച്ചിട്ട് അവർ ഖുതുബ ശ്രവിക്കാൻ വേണ്ടിയിരിക്കുന്ന. വെള്ളിയാഴ്ച മലക്കുകൾ പള്ളിയുടെ കവാടങ്ങളിൽ ഇരിക്കും, ഒന്നാമൻ പിന്നെ അടുത്ത ആൾ എന്നിങ്ങനെ രേഖപ്പെടുത്തും. അങ്ങനെ ഇമാം ഖുതുബയ്ക്കായി പുറപ്പെട്ടു വന്നാൽ അവരുടെ ഗ്രന്ഥങ്ങൾ അവർ അടച്ചു വെച്ച് ഖുതുബ ശ്രദ്ധിക്കാനായിരിക്കും. ഇതാണ് മലക്കുകളെ സംബന്ധിച്ച് വിശ്വാസികളുടെ ബാധ്യതയാണ്. ഇത് വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട ഒരു പ്രവാചക വചനമാണ്. അത്ര ശ്രേഷ്ഠതയുണ്ട് വെള്ളിയാഴ്ചയ്ക്ക്. വെള്ളിയാഴ്ച ദിവസം ആദ്യം പള്ളിയിൽ വരിക, ആദ്യം വരുന്നവരെ രേഖയിലുണ്ടാകും. അവസാനം ഇമാമ് മിമ്പറിൽ കയറി പിന്നെ വരുന്നവർ ഈ മലക്കുകളുടെ രേഖയിലുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സാക്ഷിത്വം നമുക്ക് ലഭിക്കുന്നില്ല. പിന്നെ ഒരു ചടങ്ങായത് മാറുകയാണ് എന്നർത്ഥം. നമ്മിൽ എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? വെള്ളിയാഴ്ച ദിവസമെങ്കിലും അല്പം നേരം പള്ളിയിൽ നേരത്തെ എത്താനുള്ള ഒരിത് നമുക്കാർക്കും ഇല്ല, ഒഴിവില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് നന്നാകാൻ കഴിയുക? എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നമുക്ക് മുക്തരാകാൻ കഴിയുക? ആലോചിക്കുക പ്രിയമുള്ളവരെ. ഒരുപാട് ശ്രേഷ്ഠതകൾ വെള്ളിയാഴ്ചയെക്കുറിച്ച് നമുക്കറിയാം. ഇത് വളരെ ശ്രദ്ധാപൂർവം, വളരെ ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മലക്കുകൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് സന്തോഷകരമായ അവസ്ഥകൾ, നമ്മളോടൊപ്പം അവരുണ്ടാകുന്ന അവസ്ഥകൾ എത്രയോ ഹദീസുകളിലാണ് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത്. മലക്കുകൾ ദിക്റിൻ്റെ ആളുകളെ തേടി വഴികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. അള്ളാഹുവിനെ ഓർക്കുന്ന ജനങ്ങളെ അവർ കണ്ടാൽ അവർ വിളിച്ചു പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യത്തിലേക്ക് വരുവീൻ. പ്രവാചകൻ പറയുന്നു, അപ്പോൾ മലക്കുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് അവരെ ഒന്നാം ആകാശം വരെ പൊതിയും എന്നാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത് എങ്കിൽ
ഒരു വിഭാഗം ജനങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും അവർ അത് പഠിക്കുകയും ചെയ്താൽ അവർക്ക് സമാധാനം ഇറങ്ങുകയും കാരുണ്യം അവരെ പൊതിയുകയും മലക്കുകൾ അവരെ വലയം ചെയ്യുകയും അള്ളാഹു അവരെക്കുറിച്ച് അവൻ്റെ അടുക്കലുള്ളവരോട് അഭിമാനപൂർവ്വം പറയുകയും ചെയ്യും എന്നൊക്കെ പറയുന്ന ഹദീസ് കാണാം. അത് നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആൻ പാരായണവും പഠനവുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വിജ്ഞാനം തേടുന്നവനോടുള്ള തൃപ്തി നിമിത്തം മലക്കുകൾ അവൻ്റെ മീതെ അവരുടെ ചിറകുകൾ വെക്കുന്നു എന്നാണ്. നാം സൽക്കർമ്മങ്ങൾ നിരതരായിരുന്നാൽ മലക്കുകളെ നമ്മിലേക്ക് അടുപ്പിക്കുന്നതാണ്. ആത്മീയമായ ഉയർച്ചയും മലക്കുകൾക്ക് ഹസ്തദാനം ചെയ്യാൻ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ എൻ്റെ അടുക്കലുള്ളപ്പോഴുള്ള അവസ്ഥയിലും ദൈവസ്മരണയിലും പതിവായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മലക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വഴികളിലും വിരിപ്പുകളിലും വെച്ച് ഹസ്തദാനം ചെയ്യുമായിരുന്നു എന്നാണ്. നിങ്ങൾ എൻ്റെ അടുക്കലുള്ള അവസ്ഥയിലേതുപോലെയായാൽ മലക്കുകൾ നിങ്ങൾക്ക് അവരുടെ ചിറകുകൾ കൊണ്ട് തണൽ വിരിച്ചു തരിക തന്നെ ചെയ്യും. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും മലക്കുകളും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇനി നോക്ക്, നമുക്ക് ഉണ്ടാകുന്ന നല്ല വാക്കുകൾ, നമ്മളിൽ നിന്നുണ്ടാകുന്ന നല്ല വാക്കുകൾ മലക്കുകൾ രേഖപ്പെടുത്തുകയും അതുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അത് എഴുതി വെക്കാൻ ധൃതിപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, റിഫാഅത്ത് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നമസ്കരിക്കുകയായിരുന്നു. പ്രവാചകൻ റുക്കൂഇൽ നിന്ന് തല ഉയർത്തിയപ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു. പ്രവാചകന്റെ പിറകിൽ നിന്ന് ഒരാൾ പറഞ്ഞു, റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി എന്ന് പറഞ്ഞു. നമസ്കാരം കഴിഞ്ഞപ്പോൾ ആരാണത് പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് പ്രവാചകരെ. പ്രവാചകൻ പറഞ്ഞു, 30-ൽ പരം മലക്കുകൾ ആദ്യം ആരാണ് എഴുതുക എന്ന് മത്സരിച്ച് ധൃതിപ്പെടുന്നത് ഞാൻ കണ്ടു. എവിടെ? നമസ്കാരത്തിൽ നിന്ന് ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുമ്പോൾ ഇമാമു സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന മഅ്മൂമുകൾ റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി എന്ന് പറഞ്ഞാൽ മലക്കുകൾ 30ഓളം മലക്കുകൾ ആരാണ് ആദ്യം ആ പേരെഴുതി വെക്കുക സാക്ഷിയായി എന്ന് ധൃതിപ്പെടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഇങ്ങനെയുള്ള എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മലക്കുകളുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യരുടെ നന്മതിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട് എന്നുള്ളത് നാം വിശ്വസിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ 30-ൽ പരം മലക്കുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ഒരു വേറെ സ്പെഷ്യലാണ് എന്ന് കാണാം. നമസ്കാരത്തിൽ ശ്രദ്ധിക്കുക, അത് വാരിയെടുക്കാൻ. ആര് ശ്രദ്ധിക്കുന്നു? ആർക്കുണ്ട് ശ്രദ്ധ? ഇങ്ങനെ മലക്കുകൾ എത്രയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 5 വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു പ്രവാചകൻ. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു. അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ഉറങ്ങുകയില്ല. ഉറങ്ങൽ അവന് യോജിച്ചതല്ല. അവൻ നീതിയെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. രാത്രിക്ക് മുമ്പ് പകലിലെ പ്രവർത്തനങ്ങൾ അവൻ്റെ അടുത്തേക്ക് ഉയർത്തപ്പെടുന്നു. രാത്രിയിലെ പ്രവർത്തനങ്ങൾ പകലിന് മുമ്പും അവൻ്റെ അടുത്തേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയമുള്ളവരെ, മലക്കുകൾ നമുക്ക് അനുകൂല സാക്ഷികളാണ്, പ്രതികൂലവുമാണ്. നേരം വെളുക്കുമ്പോൾ 2 മലക്കുകൾ അല്ലാഹു നിയോഗിക്കുമെന്നും ഒരു മലക്ക് ദാനധർമ്മം ചെയ്യുന്നവന് പകരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും മറ്റൊരു മലക്ക് പിശുക്ക് കാണിക്കുന്നവന് നാശത്തെ പ്രദാനം ചെയ്യണേ എന്ന് പറയുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അദൃശ്യ ലോകത്ത് നമുക്കറിയില്ല, നാം അറിയുന്നില്ല, നാം കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങളെ ഒരു കെട്ടുകഥയോ അല്ലെങ്കിൽ അസംഭവ്യമായ കാര്യമോ ഒന്നും ആക്കി കാണാതെ നമ്മളോടൊപ്പമുള്ള മലക്കുകൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന, നമുക്ക് വേണ്ടി സാക്ഷി പറയുന്നതുമായ അനവധി രംഗങ്ങളിൽ ഒന്ന് ഈ വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും ആദ്യം വരുന്നവരുടെ പേരുകൾ രേഖപ്പെടുത്തുന്നതും ഇമാമ് മിമ്പറിലേക്ക് പുറപ്പെടുന്നത് വരെ ആ പ്രവർത്തനം തുടരുകയും ഇമാമ് മിമ്പറിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് ചുരുട്ടി വെച്ചുകൊണ്ട് മലക്കുകൾ
ആ ഉത്ബോധനം ശ്രവിക്കാൻ വരുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ എന്താണ് പ്രിയമുള്ളവരെ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠത, മലക്കുകളുടെ സാന്നിധ്യം, എത്രയോ നന്മകളുടെ ഏറ്റവും സമാഹരിക്കാവുന്ന നന്മകൾ സമാഹരിക്കാവുന്ന അവസരം, ഇതൊക്കെയാണ് കളഞ്ഞു കൊളിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുന്നത്? വെള്ളിയാഴ്ചയാവുമ്പോൾ ഇക്കാമത്ത് കൊടുക്കാൻ സമയമാകുമ്പോൾ എവിടെ നിന്നെങ്കിലും ഓടി വന്ന് ഒതുവെടുത്ത് എന്ന് വരുത്തി പിന്നിൽ വന്ന് നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച് സലാം പറയുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകുന്ന നമ്മളുടെ ജുമാ എവിടെയാണ് എത്തുക എന്നുള്ള വിവരമായി ആലോചിക്കുക, ആദ്യം മുതൽ അവസാനം വരെ. അങ്ങനെ ചെയ്താൽ ഒരാഴ്ചത്തെയും പിന്നെ 3 ദിവസം അധികവും, ഒരു വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച, ഒരാഴ്ച, അത് കഴിഞ്ഞതിന് ശേഷം 3 ദിവസം അധികവും അള്ളാഹു പ്രതിഫലം അതിന് നൽകുമെന്നും ഒരു പാപമോചനത്തിന് വഴിയൊരുക്കുമെന്നൊക്കെ പറയുന്ന ആ ദിവസത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക. എത്ര പറഞ്ഞാലും മതി വരില്ല വെള്ളിയാഴ്ച. അതിനെ സ്വീകരിച്ച് അതിൻ്റെ എല്ലാ പ്രതിഫലവും ആവാഹിച്ചെടുക്കുന്ന വിശ്വാസികൾ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.